മാളു, നീ പറയുന്നുണ്ടോ? ഇല്ല മോളെ ഗായത്രി, അങ്ങനെ നീ ഇപ്പോൾ അറിയണ്ട. പ്ലീസ് ഡി, ഒന്ന് പറ മോളെ. എന്താ സ്നേഹം? കുറച്ചു മുമ്പേ നീ എന്തൊക്കെയാ പറഞ്ഞത്? എന്നെ വേഗം കെട്ടിച്ചു വിടണം, എൻ്റെ ശല്യം ഒഴിവാക്കണം എന്നൊക്കെയല്ലേ? അങ്ങനെ ഇപ്പോൾ നീ അജുവേട്ടൻ വരുന്നത് അറിയണ്ട. ഗായത്രി പിന്നെ ഒന്നും മിണ്ടാതെ തിരിച്ചു നടന്നു. മാളു അത് കണ്ട് ചിരിച്ചുകൊണ്ട് ഗായത്രിയുടെ പുറകിൽ പോയി കെട്ടിപ്പിടിച്ചു. എൻ്റെ ഗായു, പിണങ്ങിയോ? പൊടി, ഞാൻ പറയാം. വേണ്ട, അജുവേട്ടൻ വരുമ്പോൾ ഞാൻ കാണുമല്ലോ, അപ്പം അറിഞ്ഞോളാം. ഓഹോ, എന്നാ ഓക്കെ. പിന്നെ എന്നോട് ചോദിച്ചെൻ്റെ ഗായത്രി കൊച്ചി എവിടെ, വിശേഷം എന്താ എന്നൊക്കെ. അത് കേട്ടതും ഗായത്രിയുടെ മുഖം തിളങ്ങി. അവൾ ആകാംക്ഷയോടെ മാളുവിനെ നോക്കി. മാളു അത് മനസ്സിലാക്കി വേഗം തിരിഞ്ഞു നടന്നു. അപ്പോൾ നീ ഏട്ടൻ വരുമ്പോൾ ചോദിച്ചോട്ടോ. ഞാൻ പോകട്ടെ ഡി പ്ലീസ്? നല്ല കുട്ടിയല്ലേ, ഒന്ന് പറ മുത്തേ. അപ്പോൾ നീ കാണുമ്പോൾ ചോദിക്കില്ലേ? നിനക്കറിയില്ലേ ഡി, പ്ലീസ് എന്താ പറഞ്ഞത് പറ. എൻ്റെ ഗായോ, നിനക്ക് ഏട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞൂടെ? നീ അജുവേട്ടൻ എന്താ പറഞ്ഞത് പറയുന്നുണ്ടോ? ഗായത്രിക്ക് ദേഷ്യം വന്നിരുന്നു. അത് കണ്ട് മാളുവിന് ചിരിയും. ഒന്നും പറഞ്ഞില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. മാളുവിൻ്റെ വാക്കുകൾ കേട്ട് ഗായത്രിയുടെ മുഖം മങ്ങി. മാളുവിനും സങ്കടം തോന്നി. മാളു അവളുടെ തോളിൽ പിടിച്ചു നടന്നു. സാരമില്ല, ഒരിക്കൽ നിന്റെ സ്നേഹം എൻ്റെ ഏട്ടൻ മനസ്സിലാക്കും, നിന്നെ സ്വീകരിക്കും എൻ്റെ നാത്തൂനായി. ഇപ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഏട്ടനോട് നിന്റെ മനസ്സിലുള്ളത് പറയണം. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ഗായത്രി നെടുവർപ്പോടെ മാളുവിനെ നോക്കി. പിന്നെ രണ്ടുപേരും നടന്നു വീട്ടിലേക്ക്. മാളുവിൻ്റെ വീടിന് മുന്നിൽ നിർത്തിയ ബേക്ക് കണ്ടതും ഗായത്രിയുടെ മുഖം പ്രകാശിച്ചു. അവൾ മാളുവിനെ നോക്കി. മാളുവിനും സന്തോഷം തോന്നി. എടീ, അജുവേട്ടൻ വന്നു, നീ വാ, നമുക്കിപ്പോൾ തന്നെ പറയാം. പോടി, വന്നു കയറുമ്പോൾ തന്നെ എൻ്റെ കാര്യമല്ലേ പറയേണ്ടത്? എന്നാൽ കുറച്ചു കഴിഞ്ഞ് പറയാം, നീ വാ. ഇല്ല, ഞാൻ പോട്ടെ, പിന്നെ വരാം. ഇന്ന് നീ പറഞ്ഞു കഴിഞ്ഞു പോയാൽ മതി. ഇന്നത്തോടെ ഇതിനൊരു അവസാനമുണ്ടാകണം. മാളു ഗായത്രിയുടെ കയ്യിൽ പിടിച്ച് വീടിനുള്ളിലേക്ക് നടന്നു. ഗായത്രിയുടെ നെഞ്ചെടുപ്പ് കൂടി വന്നു. അകത്തേക്ക് വെക്കുന്ന ഓരോ ചുവടുകളും അവൾ പേടിയോടെ വെച്ചു. അകത്തു കയറിയതും പുറംതിരിഞ്ഞു നിൽക്കുന്ന അവനെ കണ്ടതും അവളുടെ കാലുകൾ നിശ്ചലമായി. വിയർപ്പ് തുള്ളികൾ നെറ്റിയിലും കഴുത്തിലും ഒഴുകിയിറങ്ങി. കണ്ണിൽ ഇരുട്ട് കയറി. ആ രൂപം തിരിഞ്ഞു നോക്കിയതും ഗായത്രി ഞെട്ടി എഴുന്നേറ്റു. കിതപ്പോടെ ഗായത്രി ഇരുന്നു. നെറ്റിയിലും കഴുത്തിലെയും വിയർപ്പ് അവൾ ഷാൾ കൊണ്ട് തുടച്ചു. പിന്നെ മേശയിൽ കൈ എത്തിച്ചുകൊണ്ട് വെള്ളം എടുത്തു കുടിച്ചു. ആ രൂപം ഓർക്കുന്തോറും അവൾക്ക് എന്തോ പരവേശം തോന്നി. ചുറ്റും നോക്കി. അവൾ പേടിയോടെ മുറിയിൽ നിന്ന് ഇറങ്ങി. അടുത്ത മുറിയുടെ വാതിൽ തുറന്നവൾ അതിനുള്ളിൽ കടന്ന് വാതിൽ കുറ്റിയിട്ടു. പിന്നെ കിടക്കയിൽ കിടക്കുന്ന ആനിയുടെ കൂടെ കയറി കടന്നു. അവളുടെ സാമീപ്യം അറിഞ്ഞ ആനി ഗായത്രിയെ ചേർത്ത് പിടിച്ചു കിടന്നു. ഗായത്രിയും പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. മുഖത്ത് സൂര്യരശ്മികൾ പതിഞ്ഞപ്പോഴാണ് ഗായത്രി കണ്ണു തുറന്നത്. അടുത്ത് കിടന്നുറങ്ങുന്ന ആനിയെ ഉണർത്താതെ ഗായത്രി എഴുന്നേറ്റ് അവളുടെ മുറിയിൽ പോയി. ഗായത്രി കുളിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ആനി എഴുന്നേറ്റ് ഹാളിൽ വന്നത്. ആനിയെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് ഗായത്രി വീണ്ടും പ്രാർത്ഥന തുടർന്നു. ആനി സോഫയിലിരുന്ന് ഗായത്രിയെ തന്നെ നോക്കുകയായിരുന്നു. എന്നും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ഗായത്രി അവൾക്കൊരു അത്ഭുതമായിരുന്നു. മൂന്നാറിലെ കൊടും തണുപ്പിൽ പോലും അവൾ ആ ശീലം മാറ്റിയില്ല. അരക്ക് താഴെ നിൽക്കുന്ന മുടി മുറിക്കാതെ സാരിയും ചുരിദാറും അല്ലാതെ മറ്റൊരു വേഷം പോലും ധരിക്കാതെ നടക്കുന്ന ഗായത്രി അവൾക്ക് വലിയ ഒരത്ഭുതം തന്നെയാണ്. എറണാകുളം പോലെയുള്ള ഒരു സിറ്റിയിൽ കഴിഞ്ഞിട്ടും അവളിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ഒരു പൊട്ട് പോലും മാറ്റിയില്ല, ആ കറുത്ത ചെറിയ പൊട്ടല്ലാതെ. എന്താടി ഇങ്ങനെ നോക്കുന്നേ? നെറ്റിൽ പ്രസാദം തൊട്ടുകൊണ്ട് ഗായത്രി ആനിയെ നോക്കി ചോദിച്ചു. ആനി ഒന്ന് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. നിന്നെക്കുറിച്ച് ഓർത്തു പോയതാ. നമ്മളിപ്പോൾ 2 വർഷമാവാറായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ ഗായത്രി. ആര് പറഞ്ഞു മാറ്റമില്ലെന്ന്? പഴയ ഗായത്രിയല്ല ഇത്. ഉള്ളിൽ കരയുമ്പോഴും ചുണ്ടിൽ ചിരിക്കാൻ ശീലിച്ച ഗായത്രിയാണ്. ഇന്നലെ രാത്രി വീണ്ടും നീ ആ രാക്ഷസനെ സ്വപ്നം കണ്ടുല്ലേ? പക്ഷേ എൻ്റെ മാളവും ഉണ്ടായിരുന്നു. നിനക്ക് അവരൊക്കെ കാണാൻ തോന്നുന്നില്ലേ ഗായത്രി? ഉണ്ട്, പക്ഷേ ഈ ജന്മം ഗായത്രി അവരുടെ അടുത്ത് പോവില്ല. അതെൻ്റെ വാശി തന്നെയാണ്. അതൊക്കെ വിട്, വെറുതെ അതും ഇതും പറഞ്ഞ് നമ്മുടെ സൺഡേ കുളമാക്കണ്ട. പിന്നെ ഇന്നെന്താ പ്ലാൻ? എന്ത് പ്ലാൻ? എല്ലാ സൺഡേയും പോലെ ചിക്കൻ ഓർ ഫിഷ് നീ വാങ്ങുന്നു, ഞാൻ ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, അത്ര തന്നെ. ഇതൊരു ചേഞ്ചും. ഉച്ചക്ക് കഴിഞ്ഞു, നമുക്കൊന്ന് ഷോപ്പിംഗ് പോവാം. ഇച്ചായൻ കുറച്ച് പൈസ അയച്ചു തന്നിട്ടുണ്ട്. നിന്റെ ഇച്ചായൻ തന്നെയാണ് പണി. കുട്ടികളെ പൈസ കൊടുത്ത് വഷളാക്കുന്നുണ്ട്. ഞാനൊന്ന് പറയുന്നുണ്ട്. അയ്യോ മോളെ, ചതിക്കല്ലേ, ജയിച്ചു പോയിക്കോട്ടെ ഞാൻ. ഗായത്രി ചിരിച്ചുകൊണ്ട് തലയിൽ നിന്നും മുണ്ടെടുത്തു. ആനി വേഗം എഴുന്നേറ്റ് കുളിക്കാൻ പോയി. അന്നവർ രണ്ടുപേരും ഒരുമിച്ച് ഫുഡുണ്ടാക്കി കഴിച്ചു. ഉച്ച കഴിഞ്ഞ് രണ്ടുപേരും ഷോപ്പിങ്ങിന് വേണ്ടി മാളിൽ പോയി. കൊച്ചിയിലെ വലിയൊരു മാളിലായിരുന്നു അവർ പോയത്. ഗായത്രി സദാ ഒരു കോട്ടൺ സാരിയായിരുന്നു വേഷം. ആനിയാണെങ്കിൽ മോഡേൺ ആയിരുന്നു, ജീൻസ് ടൈറ്റ് ടോപ്പും. രണ്ടുപേരും ആവശ്യമുള്ളതൊക്കെ വാങ്ങി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഒരു കോഫി ഓർഡർ ചെയ്തു.
കുറച്ചു കഴിഞ്ഞ് കോഫി വന്നത് കുടിക്കുമ്പോഴാണ് ഗായത്രി ഇരുന്ന് പരങ്ങുന്നത് ആനി കണ്ടത്. അവളുടെ നോട്ടം പോകുന്ന ഭാഗത്തേക്ക് നോക്കി ആനി ചിരിച്ചുകൊണ്ട് ഗായത്രിയെ നോക്കി. ഇവൻ എങ്ങനെ അറിയുന്നു നീ പോകുന്ന സ്ഥലം? ആ, ആർക്കറിയാം. മനുഷ്യനൊരു സമാധാനം തരില്ല. അങ്ങനെ പറയല്ല മോളെ. പണ്ട് നീയും ഇങ്ങനെ ആയിരുന്നല്ലോ. അതുപോലെ ഇപ്പോൾ നിനക്ക് തിരിച്ചു കിട്ടി. പോടി, നീ വേഗം കുടിക്ക്, നമുക്ക് പോവാം. ആനി ചിരിച്ചുകൊണ്ട് വേഗം കോഫി കുടിച്ചു. ഗായത്രി വേഗം തന്നെ അവനെ കാണാതെ എഴുന്നേറ്റ് നടന്നു. റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ് ആശ്വാസത്തിൽ ശ്വാസം വിട്ടതും ഗായത്രി കണ്ടു ചിരിച്ചുകൊണ്ട് തൻ്റെ നിൽക്കുന്ന പവനെ ആനിയെ കണ്ടുപിടിച്ച് അവനെ മറികടന്നു നടന്നു. അവൻ അവൾക്ക് പുറകിൽ ഓടി. എൻ്റെ ഗായത്രി, നീ ഒന്ന് പതുക്കെ പോ. അവൻ്റെ വാക്കുകൾക്ക് മറുപടി നൽകാതെ ഗായത്രി വേഗം നടന്നു. അത് കണ്ട് ദേഷ്യം വന്ന പവൻ അവൾക്ക് മുന്നിൽ കയറി നിന്ന് അവൾക്ക് തടസ്സം ഉണ്ടാക്കി. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയിക്കോ നീ. നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ കേട്ടു. എൻ്റെ മറുപടി നിങ്ങൾ കേട്ടു. നീ എനിക്കൊന്നും കേൾക്കാനും പറയാനുമില്ല. നിന്റെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ലേ? ഇല്ല, എനിക്ക് പോണം, വഴിമാറും. അവൾക്ക് മുന്നിൽ നിന്ന് മറി നിന്ന് പവൻ അവളെ പ്രതീക്ഷയോടെ നോക്കി. അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഗായത്രി നടന്നു പോയി. പവൻ അവളെ കണ്ണിൽ നിന്നും മായം വരെ നോക്കി നിന്നു. ഫ്ലാറ്റിലെത്തിയ ആനി ഗായത്രിയെ ദേഷ്യത്തിൽ നോക്കി. അത് മനസ്സിലായി ഗായത്രി അവളോടൊന്നും മിണ്ടാതെ മുറിയിലേക്ക് പോകാൻ നിന്നു. അവളെ തടഞ്ഞു നിർത്തി ആനി. നീ എന്തിനാ അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? പിന്നെ ഇഷ്ടമാണെന്ന് പറയണോ? എന്താ പറഞ്ഞാൽ? എത്ര കാലമായി പുറകിൽ നടക്കുന്നു. പാവം, ഞാൻ ആരോടും പുറകെ നടക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ കാര്യം ഞാൻ തുറന്നു പറഞ്ഞതാണ്. പിന്നെ വീണ്ടും നടക്കുന്നത് എന്തിനാ? നീ ഇപ്പോഴും അവനെ കാത്തിരിക്കുകയാണോ? അല്ല, എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു പുരുഷനുണ്ടാവില്ല, അത് എനിക്ക് ഉറപ്പാണ്. ഗായത്രി, വെറുതെ നിന്റെ ജീവിതം നശിപ്പിക്കരുത്. നിന്നെ ഒരു തരി പോലും സ്നേഹിക്കാത്തവനെ, നിന്റെ സ്നേഹത്തിനൊരു വിലയും നൽകാത്തവനെ ഓർത്ത് നീ നിന്റെ ജീവിതം കളയരുത്. ഇല്ല ആനി, ഞാൻ ആർക്കും വേണ്ടിയും എൻ്റെ ജീവിതം കളയില്ല. ഇത് എനിക്ക് ദൈവം തന്ന ശിക്ഷയാണ്, അർഹതയില്ലാത്തത് ആഗ്രഹിച്ചതിന്. നിന്നോട് പറഞ്ഞു ജയിക്കാൻ ഞാനില്ല. രാത്രി ഇനി ആ ചെകുത്താനെ സ്വപ്നം കണ്ടു എൻ്റെ അടുത്ത് വന്ന് കിടന്നാലുണ്ടല്ലോ, ഞാൻ വരും. നീ ഇച്ചായനോട് സൊള്ളിവാതിൽ കുറ്റിയിടല്ലേ. ആ, ആന ചിരിച്ചുകൊണ്ട് മുറിയിൽ പോയി. ഗായത്രി കുളിച്ച് ഒരു ചുരിദാർ എടുത്തിട്ടു. ബാൽക്കണിയിൽ പോയി ആകാശത്തേക്ക് നോക്കി. ചന്ദ്രൻ തേങ്ങാപ്പൂൾ പോലെ മാത്രമുള്ളൂ. അത് കണ്ടതും അവളുടെ കണ്ണുകൾ അതിനു ചുറ്റുമുള്ള നക്ഷത്രങ്ങളെ തിരഞ്ഞു. എന്തോ കണ്ടെത്തിയ സന്തോഷത്തിൽ ഗായത്രിയുടെ മുഖം തെളിഞ്ഞു. ഒപ്പം കണ്ണുകളിൽ നനവും. അമ്മ, അച്ഛ, മോൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. നിങ്ങൾ ഇല്ലാത്ത വിഷമം മാത്രമുള്ളൂ. നിങ്ങൾ സങ്കടപ്പെടല്ലേ കേട്ടോ. മോൾക്ക് ഇവിടെ ഒറ്റക്ക് നിന്ന് മടുത്തു അച്ഛ. എന്നെ കൂടെ അങ്ങ് കൊണ്ടുപോകുമോ? എൻ്റെ കുറുമ്പുകളെല്ലാം നടക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അടുത്തല്ലേ. ഇവിടെ എനിക്ക് കുറുമ്പ് കാണിക്കാൻ ആരുമില്ല. അമ്മ നേരത്തെ അങ്ങോട്ട് പോയതല്ലേ. എന്നെ കാണാൻ തോന്നുന്നില്ല അമ്മക്ക്? വാ അമ്മ, എന്നെ കൂടെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോ. ഒരു തേങ്ങലോടെ അവൾ അവിടെയുള്ള ചെയറിൽ ഇരുന്നു. കണ്ണുകൾ നിറഞ്ഞു കാഴ്ച മങ്ങി. ഗായത്രി കണ്ണുകൾ തുടച്ചുകൊണ്ട് ചുണ്ടിൽ പുഞ്ചിരി വിരുത്തി. ഇല്ല അച്ഛ, അച്ഛൻ്റെ മോള് കരയില്ല കേട്ടോ. അച്ഛനെ വിഷമിക്കണ്ട. മോളും വേഗം അങ്ങോട്ട് വരും. എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എത്രയൊക്കെ മറന്നാലും ഉള്ളിൽ അയാളുടെ മുഖം ഓടിയെത്തുന്നു. എങ്ങനെ മറക്കുമല്ലേ? ഇല്ല, മറക്കില്ല ഒരിക്കലും. എൻ്റെ ജീവിതം നശിപ്പിച്ച അയാളോട് എനിക്ക് ദേഷ്യമില്ല. പക്ഷെ എൻ്റെ അച്ഛനെ എന്നെ വിട്ടു പോവാൻ കാരണം അയാളാ. എൻ്റെ മനസ്സിൽ പക മാത്രമുള്ള അയാളോട്. ഗായത്രി എന്തോ ഓർത്തുകൊണ്ട് കഴുത്തിൽ ചുരിദാറിനുള്ളിൽ കിടക്കുന്ന മാല കയ്യിലെടുത്തു. അതിൽ തൂങ്ങി ആടുന്ന ഓം എന്ന ഗതിയിലുള്ള ആര്യയുടെ ആകൃതിയുള്ള ലോക്കറ്റിൽ നോക്കി. കണ്ണിൽ നിന്ന് ഒരു തുള്ളി അതിൽ വീണു. അർജുൻ മാധവ്, നിങ്ങൾക്ക് ഈ ജന്മം ഞാൻ മാപ്പ് തരില്ല. എൻ്റെ അച്ഛൻ മരിക്കാൻ കാരണം നിങ്ങളാണ്. എൻ്റെ ജീവിതം നശിക്കാൻ കാരണം നിങ്ങളാണ്. ഈ താലി എൻ്റെ പ്രതീക്ഷ അല്ല, പ്രതികാരമാണ്. കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോൾ അതിൽ തെളിഞ്ഞു നിന്നിരുന്നു അവൾക്ക് അർജുനോടുള്ള പക.